പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക ജ്യൂസാണ്. ഇതിലൊക്കെ കാണുന്ന സംഭവമാണ് ഇത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബൈ ബൈ. കഴിക്കുമ്പോ ഇതിലുള്ള അണുക്കളെല്ലാം നിങ്ങളുടെ വായിൽ വരും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. അത് കഴുകി വാഷ് ചെയ്തിട്ടേ ഉള്ളൂ ഇത് ഇങ്ങനെ അരയ്ക്കാൻ പാടുള്ളൂ. കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ അമിത വണ്ണമുള്ള ആൾക്കാരും അതുപോലെ തന്നെ കൊളസ്ട്രോള്, കൊഴുപ്പ് ശരീരത്തിൽ കൂടുതലുള്ളവർ, പിന്നെ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ ഒരു സങ്കല്പത്തിൻ്റെ അപ്പുറത്തേക്ക് വണ്ണം കൂടുതൽ, അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയ്റ്റ് കൂടുതലുള്ളവർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ പ്രയോജനപ്രദമായ ഒരു പാനീയമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള രീതി നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കതൊക്കെ ഒന്ന് കളക്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ നിർമ്മാണ രീതിയൊക്കെ ഒന്ന് കാണാം, അതിൻ്റെ ഉപയോഗം, അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ഇഞ്ചി പറിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ഇഞ്ചിയെല്ലാം നട്ട് എല്ലാം വളർന്ന് റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് പറിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയി കുറച്ച് ഇഞ്ചി പറിച്ചുകൊണ്ട് വരാം. മതി, അതുകൊണ്ട് ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് ഇവിടുന്ന് മാന്തി എടുത്താൽ മതി. അപ്പോൾ ഒരു മൂട് ഇഞ്ചി പറിച്ചെടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അത്ര എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ പറിച്ചതിൻ്റെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ വിളയാനുള്ള ഇഞ്ചിയാണ് കേട്ടോ. ഞാനിത് വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഞാൻ തന്നെ നട്ട് വളർത്തിയ ഇഞ്ചിയാണ് കേട്ടോ. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നെല്ലിക്ക എടുത്തു, പിന്നെ അതാണ് നമ്മളൊരു ഇഞ്ചിയും പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പരിപാടികളുണ്ട്. ചെയ്യാൻ പോകുന്നതാണ്, ശ്രദ്ധിച്ച് കണ്ടോണം. അപ്പോൾ ഈ നെല്ലിക്കയും ഇഞ്ചിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കണം. കുരുവോടുകൂടി ഇടിച്ചെടുക്കണം. കുരു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുരുവോടുകൂടി നമ്മളിതിട്ട് ചതച്ചെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി കൂടിയിട്ട് ചതയ്ക്കണം. ഇഞ്ചി നീര് കണ്ണിൽ തെറിച്ചു. അവൻ ഇടിക്കുമ്പോൾ സൂക്ഷിക്കണം, കണ്ണിലുണ്ട് ഇഞ്ചി നീര് തെറിക്കും കേട്ടോ. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇഞ്ചിയും നെല്ലിക്കയും കൂടെ ചതച്ച് നമ്മളിതിനകത്ത് എടുത്ത് ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടു. ഇനി നമ്മളിതിനകത്ത് ഒരു സ്പൂൺ ജീരകം കൂടെ നമ്മളിന്ന് ചേർത്ത് കൊടുക്കാൻ പോകുന്ന വെള്ളമാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ജ്യൂസ് റെഡിയാക്കി അന്നേരം നമ്മൾ കഴിക്കത്തില്ല.
തലേദിവസം രാത്രി ഒരു 9 മണി അല്ലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ജ്യൂസ് റെഡിയാക്കി വെക്കുന്നു. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിലാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് കഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആഹാരം കഴിക്കുന്നു, നമ്മുടെ പണികളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം ഇതുപോലെ അടുത്തതും നമ്മളിതുപോലെ നെല്ലിക്ക ചതച്ച് ഇഞ്ചിയും ചതച്ച് ജീരകവും ഇട്ട് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് വയ്ക്കണം. അതിനുശേഷം നമ്മളത് വൈകുന്നേരം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളത് കഴിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ളത് നമ്മൾ റെഡിയാക്കി വയ്ക്കുന്നു. അങ്ങനെയാണ് ഓരോ ദിവസത്തെ നമ്മളത് ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കതിന് കറക്റ്റായിട്ടൊരു കണക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളെന്നും ക്രമമായിട്ട് എന്നും നമ്മൾ കൃത്യതയോടുകൂടി കഴിക്കുന്നതൊക്കെ അനുസരിച്ചിരിക്കും. എന്തായാലും ഒരു 25 ദിവസം മുതൽ 30 ദിവസം വരെ ഈ ഒരു ജ്യൂസ് നമുക്ക് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും 1 മാസത്തിനുള്ളിൽ നമുക്കറിയാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആവശ്യമുള്ളവർ. ഈ ഒരു ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളത് അരിപ്പയിലോട്ട് അരിച്ചെടുത്തിട്ടാണ് കുടിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു, അമിതമായിട്ട് വണ്ണമുള്ളവർ, അതുപോലെ ബോഡി വെയിറ്റ് കൂടുതലുള്ളവർ, ഫാറ്റ്, കൊളസ്ട്രോൾ, അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ എക്സസൈസ് ചെയ്യാൻ കഴിയാതെ വരുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല, സാഹചര്യമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഈ ഒരു ടിപ്സ് വളരെ പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് എക്സസൈസ് ഒന്നും വേണ്ട, അപ്പോൾ ഇല്ലാതെ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ എക്സസൈസ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഒഴിവാക്കിയിട്ട് ഇത് കുടിക്കാൻ നിൽക്കരുത്, നിങ്ങളത് ചെയ്യണം. അതിൻ്റെ കൂടുതൽ ഇതുകൂടെ ട്രൈ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കാരണം എക്സസൈസ് ചെയ്യാൻ കഴിയാതെ വലയുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നത്. അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മാത്രമല്ല, നെല്ലിക്ക എന്ന് പറഞ്ഞാൽ വളരെ ഔഷധ ഗുണമുള്ളതും അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ കലവറയുമാണ് നെല്ലിക്ക എന്ന് പറഞ്ഞത്. നമ്മളൊരു 30 ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യമാണ് ഒരു നെല്ലിക്ക കഴിക്കുന്നത്. അപ്പം അതും ഭയങ്കര എഫക്റ്റ് നമ്മുടെ ബ്രെയിനിനും അതുപോലെ തന്നെ നമ്മുടെ വൃക്ക, അതുപോലെ നമ്മുടെ കരൾ, നമ്മുടെ ഹൃദയം, അങ്ങനെ നമ്മുടെ ശരീരത്തിന് മുഴുവൻ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കഴിച്ചാൽ ഉപകാരമുണ്ടാകുന്ന ഒരു വസ്തുവാണ് നെല്ലിക്ക എന്ന് പറഞ്ഞാൽ. ഈ നെല്ലിക്ക ജ്യൂസ് നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ട്രൈ ചെയ്യുക, നിങ്ങൾ കഴിക്കുക. നമുക്ക് വളരെ ഉപകാരമുള്ളതാണ്, വളരെ പ്രയോജനപ്രദമാണ്, നമ്മുടെ ആരോഗ്യത്തിനും ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വണ്ണമുള്ളവരും അതുപോലെ തന്നെ ബോഡി വെയിറ്റ് കൂടുതലുള്ളവർ, ഫാറ്റ് ഉള്ളവർ, പിന്നെ ഷുഗർ, തൈറോയിഡ്, PCOD, ഇതിനൊക്കെ നല്ല ഒരു ഫലപ്രദമായ ഒരു ജ്യൂസാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് എഫക്റ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത